ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാത്തോൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്സ്. ഇന്ന് നമ്മളൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നല്ലൊരു ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി ബീഫ് റോസ്റ്റ്, എങ്ങനെ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ബീഫ് റോസ്റ്റ് എങ്ങനെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണെന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബീഫ് ഇവിടെ നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്, കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തക്കാളി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ സവാള അരിഞ്ഞു വെച്ചത്, മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിയില, വേപ്പില, ഇത്തിരി പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നല്ല മത്തങ്ങ മുളകാണ്, അത് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഇതൊക്കെ വെച്ച് നമുക്ക് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം. നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്യാനുള്ള ചട്ടി നമ്മുടെ ചൂടായി, എണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അരിഞ്ഞിട്ട് സവാള ഒന്ന് ഒരു വാടി കഴിയുമ്പോഴേ ബാക്കിയുള്ളത് നമുക്ക് ഇടാം. ഇഞ്ചി പച്ചമുളകൊക്കെ നമ്മുടെ സവാള ഇവിടെ ഒരു പകുതി വാടല അതിൻ്റെ കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിക്ക് ഇടാം, നന്നായി വാടുമ്പോൾ. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായി വാടി ഇതേ പരുവായിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി നന്നായി ഒന്ന് വാടിയതിന് ശേഷം നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഒന്ന് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി മുന്നിട്ട് കഴിഞ്ഞാലേ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പച്ചപ്പ് വിടില്ല, അപ്പോൾ പിന്നെ മുളകും മല്ലിയും മൊരിയില്ല, അപ്പോൾ ആ മുളകിൻ്റെ കുത്തു നിൽക്കും. അതുകൊണ്ടാണ് തക്കാളി അവസാനം ഇടുന്നത്. തക്കാളി ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മുടെ മല്ലിയിലും പുതിനയിലും കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അധികം ഇടേണ്ട, പുതിനയില കുറച്ചിട്ടാൽ മതി. മല്ലിയിലത്തി കൂടിയാലും കുഴപ്പമില്ല, പുതിനയില കുറച്ച്. നമ്മുടെ മല്ലിയില ഇട്ടുണ്ട്. ഞാൻ അതിൽ ഒരു തുണ്ട് നമുക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇടാം. ഒരു കുരുമുളക് പൊടി നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടി ഇടാം. ഗരം മസാല, പെരുംജീരകവും പട്ടയും കറിയാമ്പൂവും ഒക്കെ പൊടിച്ചിട്ടുള്ള മസാല, ഏലക്കായൊക്കെ പൊടിച്ചത്. അതൊരു വലിയ സ്പൂണ് മസാലപ്പൊടി. ഇതൊക്കെ കൂടി നന്നായി മിക്സ് ആകുമ്പോൾ നമ്മുടെ ബീഫിനിടാം. നമ്മുടെ എല്ലാ മസാലകളും മൊത്തം നമ്മുടെ സബോള എല്ലാം അതും നന്നായി വാടി നല്ല ഒരിഞ്ഞ മണം വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ബീഫിന് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. നമ്മുടെ ബീഫ് നമുക്ക് ഇതിലേക്ക് അപ്പോൾ തട്ടാം. നമ്മുടെ ബീഫ് അതിൽ നന്നായി തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നന്നായി തിളച്ചൊന്ന് ഒരു സെറ്റാവണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ചൊന്ന് വറ്റണം വെള്ളമൊക്കെ ഒന്ന്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതേ ബീഫ് റോസ്റ്റ് നന്നായി വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ റോസ്റ്റാണ്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ പാതിര കുർബാന കഴിഞ്ഞ് വരുമ്പോൾ വട്ടയപ്പവും ബീഫ് കറിയും കഴിച്ച് നമ്മൾ നോയമ്പൊക്കെ ഇറക്കാം. വട്ടയപ്പത്തിന് കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ കൊല്ലം ക്രിസ്മസിന് വട്ടയപ്പം കൂടി കഴിക്കാം.
അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കണ ബീഫ് റോസ്റ്റ്, കഴിക്കാൻ കൊതിയായിട്ടിരിക്കുകയാണ്. അതുപോലത്തെ ബീഫ് റോസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ബീഫ് റോസ്റ്റും വട്ടയപ്പവും സൂപ്പറായിരിക്കും കഴിക്കാനായിട്ട്. അതുപോലെ ചപ്പാത്തി, പൊറോട്ട, അങ്ങനെയുള്ള ഐറ്റംസിന് എല്ലാത്തിനും ഈ ബീഫ് റോസ്റ്റ് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള ക്രിസ്മസ് വിഭവങ്ങളായിട്ട് വരുന്നത് വരേക്കും ബൈ.